Hi all, welcome to Study Win PSC. 10th പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം? ഉത്തരം പഞ്ചാബ്. മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം ശരി. ഏതൊക്കെയാണെന്ന് നോക്കാം. 1, രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. 3, ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. അടുത്ത ചോദ്യം, 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ക്രിക്കറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം? ഉത്തരം മണിപ്പൂർ. ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്രപര്യവേക്ഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2019 ജൂലൈ 22. 2022 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? ഉത്തരം KV റാബിയ. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി? ഉത്തരം പട്ടം താണുപിള്ള. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. കേരള പാണിനി എന്നറിയപ്പെടുന്നത്? ഉത്തരം AR രാജരാജവർമ്മ. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം? ഉത്തരം മരക്കാർ അറബിക്കടലിന്റെ സിംഹം. ശ്രദ്ധിക്കുക, 67ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിന് ലഭിച്ചത്. 70ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ മികച്ച ചിത്രം എന്ന് പറയുന്നത് ആട്ടമായിരുന്നു. ആട്ടം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം? ഉത്തരം 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെ. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ഉത്തരം ദ്രാസ്. ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ്? ഉത്തരം ലഡാക്ക്. ഇന്ത്യയിലെ ശീത മരുഭൂമി അഥവാ തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന സ്ഥലം ലഡാക്ക്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം? ഉത്തരം നേപ്പാൾ. ദേശീയ ജലപാത 1 NW1 ബന്ധിപ്പിക്കുന്നത്? ഉത്തരം അലഹബാദ് ഹാൽഡിയ. ശ്രദ്ധിക്കുക, ദേശീയ ജലപാത 1 അഥവാ NW1 ബന്ധിപ്പിക്കുന്നത് അലഹബാദ് ഹാൽഡിയ. NW2 ബന്ധിപ്പിക്കുന്നത് സദിയ ധ്രൂബി. NW3 ബന്ധിപ്പിക്കുന്നത് കൊല്ലം കോട്ടപ്പുറം. NW4 ബന്ധിപ്പിക്കുന്നത് കാക്കിനഡ പുതുച്ചേരി. അടുത്ത ചോദ്യം, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കർണാടക. ഏതു തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ഉത്തരം ലിഗ്നൈറ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ജാറിയ. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെ? ഉത്തരം ഡിഗ്ബോയ്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്? ഉത്തരം റോഹ മംഗലാപുരം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി 1, 3, 4 എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1, ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു. 3, ന്യായവാദാർഹമായത്. 4, സ്വത്തവകാശത്തെ ഒഴിവാക്കി. ശ്രദ്ധിക്കുക, മൗലികാവകാശങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്ന രാജ്യം അമേരിക്കയും മൗലിക കടമകൾ കടമെടുത്തിരിക്കുന്ന രാജ്യം റഷ്യയും. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 3ഉം 4ഉമാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. 3, തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം. 4, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ജദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേമാതരത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 1 മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഏതാണെന്ന് നോക്കാം. 76ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തി. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ശരിയായ പ്രസ്താവന 86ാം ഭരണഘടന. ശ്രദ്ധിക്കുക, 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തി. എന്തിനെ? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അടുത്ത ചോദ്യം,
ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ ബി 1 3. 1 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. 3 ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായവ ഏത്? ഉത്തരം ഓപ്ഷൻ എ 1 2 4 എന്നിവ ശരിയായ പ്രസ്താവനയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1 തിരശ്ചീനമായി മുകളിൽ കുങ്കുമനിറം, നടുക്ക് വെള്ളനിറം, താഴെ പച്ചനിറം. 2 2022 ഇന്ത്യൻ പതാക നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. 4 ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? ഉത്തരം ഓപ്ഷൻ എ 1 3 4. 1 3 4 എന്നിവ ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ശരിയായ പ്രസ്താവന ഏതാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധറാണിയാണ്. അടുത്ത ചോദ്യം നോക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകൾ ആരെല്ലാം? ഉത്തരം സുഷമ സിംഗ്, ദീപക് സന്ധു. ശരിയായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. MKSS വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം, സ്വത്തവകാശം നിയമപരമായ അവകാശം, ബഹുമതികൾ റദ്ദാക്കൽ മൗലിക അവകാശം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകൾ. അടുത്ത ചോദ്യം, ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത്? ഉത്തരം 26 ജനുവരി 1950. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. സാരേ ജഹാം സെ അച്ഛാ രചിച്ചത് ആര്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി 1 4 ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി. ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു എന്നുള്ളത് തെറ്റായതാണ്. 4 നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അടുത്ത ചോദ്യം, 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം? ഉത്തരം നിസ്സഹകരണ പ്രസ്ഥാനം. 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം? ഉത്തരം ബർദോളി സത്യാഗ്രഹം. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം 1 2 ആനി ബസന്റ്, ബാലഗംഗാധര തിലക്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം? ഉത്തരം മിന്റോ മോർലി പരിഷ്കാരങ്ങൾ. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം? ഉത്തരം 1948 ജനുവരി 30. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ്? ഉത്തരം ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം ശ്രീനാരായണ ഗുരു. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം? ഉത്തരം പയ്യന്നൂർ. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. ചുവടെ കൊടുത്തതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി 1 3 ആണ് മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി. ഏതൊക്കെയാണെന്ന് നോക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 3 1919 ഏപ്രിൽ 13 നടന്ന സംഭവം. ഇത് രണ്ടുമാണ് മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി. അടുത്ത ചോദ്യം, കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം അയ്യങ്കാളി. സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണന ക്രമത്തിലുള്ളത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, അതിനുശേഷം പാലിയം സത്യാഗ്രഹം.
നമുക്ക് അതിന്റെ വർഷം കൂടി ഒന്ന് നോക്കാം. വൈക്കം സത്യാഗ്രഹം 1924, ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936, പാലിയം സത്യാഗ്രഹം 1947. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ഡി 1946. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏത്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? ഉത്തരം VT ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഉത്തരം വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഉത്തരം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്ര? ഉത്തരം 580 കിലോമീറ്റർ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി 2ഉം 3ഉം. ഏതൊക്കെയാണെന്ന് നോക്കാം. പാമ്പാർ, ഭവാനി. അടുത്ത ചോദ്യം, ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം? ഉത്തരം 1861 മാർച്ച് 12. കേരളത്തിലെ കൂർഗുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചുരം? ഉത്തരം പേരമ്പാടി ചുരം. അടുത്ത ചോദ്യം നോക്കാം. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം ഭാരതപ്പുഴ. യവനപ്രിയ എന്ന് അറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം? ഉത്തരം കുരുമുളക്. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം? ഉത്തരം സംക്ഷേപ വേദാർത്ഥം. PR ശ്രീജേഷ് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഹോക്കി. വാരിയെല്ലിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ സി 24. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചതാര്? ഉത്തരം റെനെ ലെനക്. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏത്? ഉത്തരം ആശ്വാസകിരൺ. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത്? ഉത്തരം സ്കർവി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗമേത്? ഉത്തരം കോളറ. ആഗോളതാപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകമാണ്? ഉത്തരം നൈട്രജൻ. കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം വെണ്ട. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്? ഉത്തരം അനിൽ അഗർവാൾ. സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ഉത്തരം ഇന്ദിരാഗാന്ധി. ഇരുമ്പിന്റെ ധാതു അല്ലാത്തതേത്? ഉത്തരം ബോക്സൈറ്റ്. ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ ധാതുവാണ് ബോക്സൈറ്റ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം ആണ് ശരിയായവ. ഏതൊക്കെയാണെന്ന് നോക്കാം. വിത്തിയോണൽ ആന്റിസെപ്റ്റിക് ആണ്. ഫിനോൾ ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം എത്ര? ഉത്തരം 2n². ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി 2ഉം 4ഉം ആണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. 2, ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻഡലീഫ് ആണ്. 4, ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്ര? ഉത്തരം -3. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ഉത്തരം ന്യൂട്ടൺ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? ഉത്തരം സൂര്യൻ. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? ഉത്തരം വികിരണം. താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏതാണ്? ഉത്തരം സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത് ദോലന ചലനത്തിന് ഉദാഹരണം അല്ല. അടുത്ത ചോദ്യം. പ്രകാശം കടന്നു പോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. 1 ഗ്ലാസ് ഷീറ്റ്, 2 കോൺവെക്സ് ലെൻസ്, 3 കോൺകേവ് ലെൻസ്. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പറും ശരിയായ ഉത്തരത്തിന്റെ ഓപ്ഷനും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 81 ഓപ്ഷൻ ബി,
82 ഓപ്ഷൻ ഡി, 83 ഓപ്ഷൻ സി, 84 ഓപ്ഷൻ ഡി, 85 ഓപ്ഷൻ സി, 86 ഓപ്ഷൻ ബി, 87 ഓപ്ഷൻ ബി, 88 ഓപ്ഷൻ ഡി, 89 ഓപ്ഷൻ എ, 90 ഓപ്ഷൻ ഡി, 91 ഓപ്ഷൻ ഡി, 92 ഓപ്ഷൻ സി, 93 ഓപ്ഷൻ സി, 94 ഓപ്ഷൻ ഡി, 95 ഓപ്ഷൻ എ, 96 ഓപ്ഷൻ ബി, 97 ഓപ്ഷൻ ഡി, 98 ഓപ്ഷൻ ബി, 99 ഓപ്ഷൻ എ, 100 ഓപ്ഷൻ എ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.